ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. എല്ലാ സജ്ജനങ്ങൾക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ട് രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൽ ചിന്താവശനായി മുഹൂർത്തം ഇരുന്നളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ട് രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ് അതിവിസ്മയം പൂണ്ടവനാ പൂർണ്ണമോദം തൊഴുത് സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൻ. അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നെള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. കഴിഞ്ഞ ദിവസം രാമായണ വിചാരത്തിൽ നാം കണ്ടത് മാരുതി കൈലാസത്തിലേക്ക് വിശല്യകരണി, സന്താനകരണി, മൃതസഞ്ജീവനി എന്നിവയെല്ലാം തേടി യാത്ര ചെയ്യുന്നതാണ്. അപ്രകാരം മാരുതി കൈലാസത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് അറിഞ്ഞതോടുകൂടി രാവണൻ ഈ യാത്രയെ മുടക്കണം എന്ന് തന്നെ നിശ്ചയിക്കുന്നു. കാരണം ഔഷധങ്ങളുമായി മാരുതി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വാനരന്മാരെല്ലാം പുനരുജ്ജീവിക്കാൻ സാധ്യതയുണ്ട്. അതോടെ യുദ്ധത്തിൻ്റെ ഗതി മാറുകയായി. പരാജയം തീർച്ചയായും രാവണപക്ഷത്തിന് ഉണ്ടാകും എന്ന് ഉറപ്പുള്ളതിനാൽ രാവണൻ കാലനേമിയെ വിളിച്ച് ആ യാത്ര മുടക്കുന്നതിന് ആവശ്യപ്പെടുന്നു. കാലനേമി ആദ്യം വിസമ്മതം അറിയിച്ചു എങ്കിൽ തന്നെയും രാവണൻ്റെ ആജ്ഞാശക്തിക്ക് മുൻപിൽ കാലനേമിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതിനാൽ കാലനേമി ഹനുമാൻ്റെ യാത്രയെ തടയുന്നതിന് പുറപ്പെടുകയാണ് ഉണ്ടായത്. ഹനുമാൻ യുദ്ധകളത്തിൽ നിന്ന് നേരെ യാത്ര ചെയ്തത് കൈലാസത്തിലേക്കാണ്. കൈലാസത്തിൽ 2 ശൃംഗങ്ങൾക്ക് ഇടയിലാണ് ഈ ഔഷധികൾ വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് കൈലാസത്തിലേക്കുള്ള യാത്രാമധ്യേ കാലനേമിയുടെ ആജ്ഞപ്രകാരം മകരി എന്ന രാക്ഷസി ഹനുമാനെ തടയുന്നു. ഹനുമാനെ തടയുക മാത്രമല്ല ചെയ്യുന്നത്, തൻ്റെ വാ പിളർന്നുകൊണ്ട് ഹനുമാനെ ഭക്ഷിക്കുന്നതിന് ഒരുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഹനുമാൻ മകരി എന്ന ആ രാക്ഷസ സ്ത്രീയെ 2ആയി വലിച്ചു കീറുന്നു. അങ്ങനെ അവരെ യമപുരിക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ആ രാക്ഷസിയുടെ മരണത്തിൽ നിന്ന് അപ്പോൾ ഒരു അപ്സരസ്ത്രീ, ധന്യമാലി എന്ന അപ്സരസ്ത്രീ ജന്മമെടുക്കുന്നു, പ്രത്യക്ഷയായി തീരുന്നു. ശാപഗ്രസ്തയായി ഒരു രാക്ഷസിയായി മാറിയതാണ് ധന്യമാലി. അങ്ങനെയാണ് മകരി എന്ന രാക്ഷസിയായി എത്തപ്പെട്ടത്. ആ മകരിയെ ആണ്
ഹനുമാൻ വധിക്കുന്നതും ആ മകരിയിൽ നിന്ന് ഇതാ ധന്യമാലി പ്രത്യക്ഷപ്പെടുന്നതും. ധന്യമാലിയുടെ പുനർജന്മവും മകരിയുടെ മരണവും അറിഞ്ഞ കാലനേമി ഉടൻ തന്നെ ഹനുമാനെ നേരിടാൻ സ്വയം പുറപ്പെടുന്നു. പക്ഷേ കാലനേമിക്കും ഹനുമാൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല. കാലനേമിയെയും ഹനുമാൻ കാലപുരിക്ക് അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഹനുമാൻ കൈലാസത്തിൽ എത്തിച്ചേരുന്നു. കൈലാസത്തിൽ എത്തിച്ചേർന്ന് താൻ തേടി വരുന്ന 4 ഔഷധികളെ അവിടെയെല്ലാം ഹനുമാൻ അന്വേഷിച്ചു നോക്കി. പക്ഷേ ഏതാണ് ഈ ഔഷധികൾ എന്ന് ഹനുമാന് തിരിച്ചറിയാൻ ആയില്ല. അതുകൊണ്ട് തന്നെ ഹനുമാൻ സമയം ഇനി പാഴാക്കാനില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ആ വൃഷഭാദ്രിയെ ഒന്നാകെ തൻ്റെ കൈത്തടത്തിൽ എടുത്ത് ഹനുമാൻ തിരിച്ച് യുദ്ധരംഗത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഹനുമാൻ അപ്രകാരം ഔഷധികളുമായി യുദ്ധരംഗത്തെത്തുന്നു. യുദ്ധരംഗത്ത് എത്തിയ ഹനുമാൻ ഈ ഔഷധികളുമായി എത്തിയപ്പോൾ ആ ഔഷധികളുടെ കാറ്റേറ്റ് തന്നെ അവിടെ വീണ് കിടന്ന മരണത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയ വാനരന്മാർ എല്ലാവരും തന്നെ ഉണർന്ന് എണീറ്റു എന്നാണ് കവി നമ്മളോട് പറയുന്നത്. അങ്ങനെ എല്ലാ വാനരന്മാരും വളരെ ശക്തമായി തന്നെ ഊർജ്ജസ്വലമായി തന്നെ വീണ്ടും യുദ്ധകളത്തിൽ പോരാട്ടത്തിന് ഉറച്ചു. എല്ലാവരും വലിയൊരു ആരവത്തോടെ ഉത്സാഹത്തോടു കൂടി ആവേശത്തോടു കൂടി തന്നെ ലങ്കാപുരിയിലേക്ക് കടന്ന് ചെല്ലുകയാണ്. ലങ്കയെ മുച്ചൂടും മുടിക്കുന്നതിന് തയ്യാറായി എത്തി ഒരുപാട് നാശങ്ങൾ വിതച്ചു ഈ വാനര സൈന്യം. ലങ്കയിൽ നിന്ന്, അന്തഃപുരത്തിൽ നിന്ന് ഒരുപാട് ആർത്തനാദങ്ങൾ ഇപ്പോൾ ഉയരുന്നത് കേൾക്കാം. അപ്പോൾ രാവണൻ്റെ ആജ്ഞപ്രകാരം ശുംഭനും നികുംഭനും കുംഭനും നികുംഭനും രംഗത്തേക്ക് എത്തിച്ചേരുന്നു. അവർ യുദ്ധത്തിന് ഇറങ്ങുകയും എന്നാൽ വാതാത്മജനും ഹനുമാനും അംഗദനും കൂടി ഇരുവരെയും കാലപുരിക്ക് അയക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ വാനര സൈന്യം വളരെ ശക്തമായി മുന്നേറുന്നു. രാക്ഷസർ ഓരോരുത്തരായി ഭൂമി ജീവിതം അവസാനിപ്പിച്ച് പോവുകയും ചെയ്യുന്നു. ഒടുവിൽ രാവണപുത്രനായ ഇന്ദ്രജിത്തിൻ്റെ മേഘനാഥൻ്റെ ഊഴം എത്തിച്ചേരുകയാണ്. മേഘനാഥൻ ഹനുമാനുമായി ഏറ്റുമുട്ടുന്നു. പിന്നീട് സൗമിത്രിയുമായാണ് മേഘനാഥൻ്റെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത്. ലക്ഷ്മണനുമായി ഉണ്ടായ പോരാട്ടത്തിൽ 3 ദിവസമാണ് ആ പോരാട്ടം തുടരുന്നത്. അങ്ങനെ 3 ദിവസത്തെ പോരാട്ടത്തിന് ഒടുവിൽ സൗമിത്രിയും മേഘനാഥനും കൂടിയുള്ള ആ 3 ദിവസത്തെ പോരാട്ടത്തിന് ഒടുവിൽ മേഘനാഥൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. മേഘനാഥൻ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വിജയശ്രീലാളിതനായിക്കൊണ്ട് ശ്രീരാമ സവിധത്തിലേക്ക് എത്തിച്ചേരുകയാണ് സൗമിത്രി. ലക്ഷ്മണൻ ശ്രീരാമസന്നിധിയിലെത്തി ശ്രീരാമനോട് പറയുന്നു, രാവണപുത്രനായ മേഘനാഥൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എങ്കിൽ ഇനി രാവണൻ്റെ നേരിട്ടുള്ള പുറപ്പാടുണ്ടാകും, നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞു. രാവണനും ഈ വാർത്ത അറിയാതിരുന്നില്ല. സ്വന്തം പുത്രനായ മേഘനാഥൻ്റെ മരണം രാവണനെ വല്ലാതെ പിടിച്ച് ഉലച്ചു. രാവണന് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. തനിക്ക് ഏകതുണയായി ഇനി വർത്തിച്ചിരുന്ന ആ മേഘനാഥനും കൈവിട്ട് പോയിരിക്കുന്നു. തൻ്റെ ജന്മം തന്നെ നിഷ്ഫലം എന്ന് രാവണന് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. രാവണൻ വളരെ ഇന്ദ്രജിത്തിൻ്റെ മരണത്തിൽ
മോഹം കലർന്ന് ഭൂമിയിൽ വീഴുന്നു. രാവണന് തോന്നി, ഈ യുദ്ധം എപ്രകാരമെങ്കിലും വിജയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ അസുരഗുരുവായ ശുക്രാചാര്യരുമായിട്ട് രാവണൻ കണ്ടുമുട്ടുകയാണ്. എന്താണ് യുദ്ധം ജയിക്കുന്നതിന്, എങ്ങനെയാണ് ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണകുമാരനെയും വാനര സൈന്യത്തെയും വകവരുത്താൻ ആവുക. അതിന് ഗുരുവിൽ നിന്ന് ഒരു ഉപായം തേടിയാണ് രാവണൻ ശുക്രാചാര്യരെ സമീപിക്കുന്നത്. ശുക്രാചാര്യർ പറഞ്ഞു, നമുക്ക് ഇതിനു വേണ്ടി ഒരു ഹോമം നടത്തണം. ഒരു ഹോമം നടത്തി ആ യജ്ഞം നടത്തുന്നതിലൂടെ നമുക്ക് ഇവരെ പരാജയപ്പെടുത്തുന്നതിനുള്ള കരുത്ത് ലഭിക്കുന്നതാണ്. അതിനു മുമ്പ് തന്നെ രാവണൻ ഒരു തീരുമാനമെടുത്തു. ഇന്ദ്രജിത്തിനെ വധിച്ചതിന് പ്രതികാരമായി സീതയെ വധിക്കണമെന്നും സീതയുടെ ചോര കുടിക്കണം എന്നും രാവണൻ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവണൻ്റെ കൂട്ടത്തിലുള്ള സുപാർശ്വൻ എന്ന ഒരു രാക്ഷസൻ രാവണനോട് പറഞ്ഞു, അരുത്, സ്ത്രീവധം അത്ര നന്നല്ല എന്ന് രാവണനെ ഓർമ്മിപ്പിച്ചു. രാവണൻ ആ അപേക്ഷ കൈക്കൊള്ളുകയും സീതയെ വധിക്കാതെ ഇരിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം അസുരഗുരുവായ ശുക്രാചാര്യരുമായി കൂടിയാലോചന നടത്തുന്നത്. അങ്ങനെ കൂടിയാലോചനകൾ നടത്തുന്നു. അവർ വലിയൊരു ഹോമത്തിനായി തയ്യാറെടുക്കുന്നു. ഹോമം വളരെ രഹസ്യമായാണ് നടത്തുന്നത്. കാരണം ആ ഹോമത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നം സംഭവിക്കുന്ന പക്ഷം വിജയം ഉറപ്പിക്കാൻ ആകുകയില്ല. അതുകൊണ്ട് ഏറെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ വളരെ തപശക്തിയുള്ള രാവണൻ ഹോമത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. എന്നാൽ ഈ വാർത്ത വാനര സൈന്യത്തിന് ലഭിക്കുകയും വാനര സൈന്യം ഉടനെ തന്നെ ഹോമം മുടക്കുന്നതിന് വേണ്ടി രാവണൻ ഹോമം നടത്തുന്ന ആ ഹോമവേദിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അവർ ഹോമം മുടക്കുന്നതിന് വേണ്ടി ഒരുപാട് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. പക്ഷേ ഒന്നിനും തന്നെ രാവണൻ്റെ ആ ഇച്ഛാശക്തിയെ മുടക്കാൻ കഴിഞ്ഞില്ല. രാവണൻ വളരെ ധ്യാനനിരതനായി ഇരുന്നു കൊണ്ട് തന്നെ അടിയുറച്ച ഭക്തിയോടുകൂടി തന്നെ രാവണൻ തൻ്റെ ഹോമത്തിൽ ഏർപ്പെട്ടു. അപ്പോഴാണ് വാനര സൈന്യം നേരെ രാവണപത്നിയായ മണ്ഡോദരിയെ സമീപിക്കുകയും മണ്ഡോദരിയെ ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. മണ്ഡോദരി ഉറക്കെ വിലപിച്ചു. എന്തൊക്കെയാണ് തൻ്റെ ഭർത്താവിൻ്റെ അനാവശ്യമായ ആഗ്രഹങ്ങൾ കൊണ്ട്, ഭർത്താവിൻ്റെ ആസക്തികൾ കൊണ്ട് സംഭവിക്കുന്നത്. തന്നിലേക്ക് പോലും ആ ആസക്തിയുടെ മറുഫലങ്ങൾ, കർമ്മഫലങ്ങൾ തിരിച്ചെത്തുന്നു. അതുകൊണ്ട് ആ രാവണപത്നി ഉറക്കെ കരഞ്ഞു. മണ്ഡോദരിയുടെ കരച്ചിൽ കേട്ട രാവണന് പിന്നീട് തൻ്റെ ആ യജ്ഞത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവാതെ വരികയും ആ ഹോമം അവിടെ ഉപേക്ഷിച്ച് ഹോമം മുടക്കി നേരെ മണ്ഡോദരിയുടെ രക്ഷയ്ക്കായി രാവണൻ എഴുന്നേറ്റ് വരികയും ചെയ്യുന്നു. അങ്ങനെ യുദ്ധത്തിൽ വിജയം വരിക്കുന്നതിന് ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം രാവണൻ ഏറ്റെടുത്ത ആ ഹോമം മുടങ്ങിപ്പോകുന്നു. അതോടെ രാവണൻ്റെ പരാജയം സുനിശ്ചിതമായി. രാവണനും മനസ്സിലായി. പക്ഷേ എങ്കിലും പോകാതെ വയ്യ, യുദ്ധത്തിൽ ഏർപ്പെടാതെ വയ്യ. അതുകൊണ്ട് രാവണൻ മണ്ഡോദരിയോടായി പറഞ്ഞു, പ്രിയപത്നി മണ്ഡോദരി, ഞാൻ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. യുദ്ധത്തിന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. ലക്ഷ്യം ശ്രീരാമൻ്റെ വധമാണ്.
അതിൽ ഞാനാണ് കൊല്ലപ്പെടുന്നത് എങ്കിൽ നീ ചെയ്യേണ്ടുന്ന ഒരു കർത്തവ്യമുണ്ട്. നീ ഉടൻ തന്നെ, ഞാൻ കൊല്ലപ്പെടുന്ന വാർത്തയറിഞ്ഞാൽ ഉടൻ തന്നെ നീ സീതയെ വധിക്കണം. സീതയെ വധിക്കുക മാത്രമല്ല, നീ പിന്നീട് അഗ്നിയിൽ ചാടി മരിക്കുകയും ചെയ്യണം. അങ്ങനെ വ്യക്തമായ നിർദ്ദേശം മണ്ഡോദരിക്ക് നൽകിയിട്ടാണ് രാവണൻ തൻ്റെ അവസാന യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. CN ശ്രീകണ്ഠൻ നായരുടെ ഈ രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നാടകത്തിൽ അദ്ദേഹം ഈ രംഗത്തെ വളരെ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. മണ്ഡോദരി ഒരുപാട് തവണ രാവണനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആരുടെ ശ്രമങ്ങൾക്കും രാവണനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. രാവണ മനസ്സ് ആ ഒരു മോഹാന്ധകാരത്തിൽപ്പെട്ട് ഉഴലുകയായിരുന്നു. ഒടുവിലാണ് എല്ലാം നഷ്ടപ്പെടുന്നത് രാവണന്. ആ ലങ്കേശനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾ, തന്നോടൊപ്പം നിന്ന മന്ത്രിമാർ, സൈന്യാധിപന്മാർ, ലങ്കാപുരവാസികൾ, എന്തിന് ലങ്ക തന്നെ സർവനാശത്തിലേക്ക് കുതിക്കുന്നു. ഏറ്റവും ഒടുവിൽ താൻ നേരിട്ട് മരണത്തെ മുഖാമുഖം കാണുന്നതിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പത്നിയോട് ചോദിക്കുന്നു, മണ്ഡോദരിയോട് ചോദിക്കുന്നു നിസ്സഹായമായ ഒരു ചോദ്യം. പ്രിയ പത്നി മണ്ഡോദരി, നമ്മുടെ ജീവിതം ഒരു പാഴ്ചെലവായിരുന്നു അല്ലേ എന്ന് ആലോചിച്ചു നോക്കുക. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം പാഴ്ചെലവായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിലാണ്. ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ സ്വന്തം ജീവിതം ഒരു പാഴ്ചെലവായിരുന്നു എന്ന് ഒരാൾ തിരിച്ചറിഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്താണ് ചെയ്യുവാൻ കഴിയുക? നാം മനസ്സിലാക്കേണ്ടത് രാമായണത്തിൻ്റെ ഈ മഹത്തരമായ ഈ പാഠത്തിൽ നിന്ന്, അല്ലെങ്കിൽ രാവണൻ ഏറ്റുവാങ്ങുന്ന അതിതീവ്രമായ ഈ ദുരന്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഒരു കാരണവശാലും നമുക്ക് തിരിച്ചു നടത്തം സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയത് തന്നെയാണ്. കഴിഞ്ഞു പോയ നാളുകളെ നമുക്ക് തിരിച്ചെടുത്ത് വീണ്ടും മറ്റൊരു ജീവിതം സാധ്യമാക്കാൻ ആവുകയില്ല. വിസ്മയം പോലെ ലഭിച്ചതാണ് ഈ ജീവിതം. ഈ ജീവിതത്തിന് അർത്ഥം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആ കടമ നിറവേറ്റുന്നതിലാണ് രാവണൻ പരാജയപ്പെട്ടത്. അതുകൊണ്ട് രാവണൻ മണ്ഡോദരിയോട് പറയുന്നു, പോകട്ടെ, ഒരുപക്ഷെ രാമാസ്ത്രത്തിന് താൻ ഇരയായേക്കാം എന്ന് പറയുന്നു. മണ്ഡോദരി രാവണനോട് പറയുന്നതും അതുതന്നെയാണ്. വിജയം സുനിശ്ചിതമാണ്, രാവണനല്ല, പക്ഷേ രാമന്. രാമൻ തന്നെയായിരിക്കും വിജയിക്കുന്നത്. ധർമ്മമാണ് ആത്യന്തികമായി വിജയിക്കുക എന്ന് മണ്ഡോദരി രാവണനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അപ്രകാരം രാവണൻ യുദ്ധക്കളത്തിലേക്ക് നടക്കുകയാണ്. രാവണനും തീർച്ചയായി ഇതാ ശ്രീരാമചന്ദ്രൻ്റെ അസ്ത്രങ്ങളേറ്റ് താൻ മരണത്തിലേക്ക് പിൻവാങ്ങുകയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു മോക്ഷപ്രാപ്തി തന്നെയാണ്, വൈകുണ്ഠപ്രാപ്തി തന്നെയാണ് എന്ന് രാവണനും തിരിച്ചറിയാമായിരുന്നു. രാവണൻ സർവശക്തിയോടുകൂടി അവശേഷിച്ച എല്ലാ സൈന്യ സമ്പത്തോടും കൂടി രാവണൻ യുദ്ധക്കളത്തിലേക്ക് നടന്നു നീങ്ങുന്നു. ആ രാവണൻ്റെ വരവ് അക്ഷരാർത്ഥത്തിൽ വാനര സൈന്യത്തെ മുഴുവനും ഭയപ്പെടുത്തുക തന്നെ ചെയ്തു. അത്ര ഗാംഭീര്യത്തോടെയായിരുന്നു, അത്ര ഉജ്ജ്വലതയോടുകൂടി തന്നെയായിരുന്നു രാവണൻ ഒരു യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അവരോടായി പറഞ്ഞു, നിങ്ങളാരും ഈ യുദ്ധമുഖത്തേക്ക് എടുത്ത് ചാടേണ്ടതില്ല, രാവണനെ ഞാൻ തന്നെ നേരിട്ട് കൊള്ളാം എന്ന് പറഞ്ഞു. ഏവർക്കും നമസ്കാരം.